ഇന്നലെ ഞാൻ മീറ്റിംഗ് കൂടിയപ്പോൾ നിങ്ങളോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊന്നും കാര്യമില്ല, ലേബറിൻ്റെ പ്രശ്നം ലേബർ ഇല്ല സമർപ്പിക്കേണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ആദിയോട് അത്ര ആത്മാർത്ഥമുള്ള വ്യക്തി അത് ആദിക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ആദി ഇന്ന് ലേബർ ഓഫീസിൽ കംപ്ലൈൻറ്റ് ചെയ്യുകയും അച്ഛനോട് നേരിട്ട് ചെലവെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ ആര് വിളിച്ചാലും ഒരു ഇന്ത്യൻ നിയമം അനുസരിച്ച് നമ്മൾ ചെന്നേ പറ്റൂ. അപ്പോൾ അച്ചു പോലീസ് സ്റ്റേഷനിൽ പോയില്ല, ബുദ്ധിമുട്ടുണ്ടാക്കി. വേറെ 10 വിളിച്ചു, അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോൾ ലേബർ ഓഫീസിലും പോകേണ്ടി വരുന്നുണ്ട്. അതായത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ലാഭം കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ല, ഇതൊരു ചാരിറ്റിയാണെന്ന്. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടണം. ഇന്നോട്ട് 2 വീഡിയോയാണ്. അപ്പോൾ 10-30,000 രൂപയ്ക്ക് മേടിക്കാൻ പറ്റും. നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും. അതോടൊപ്പം മറ്റൊരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ച് നമ്മൾ ഇറങ്ങിയപ്പോൾ നമ്മളെ ഇട്ട് വെള്ളം കുടിക്കുക ബുദ്ധിമുട്ടുകയാണ്. അതിന് ബുദ്ധിമുട്ടുണ്ട്, നമ്മളെ സമയം മെനക്കെടുത്തി പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ജിജി എല്ലാവരെയും കൊണ്ടും ഒരു റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് എഴുതി മേടിക്കണം. വെള്ളപ്പേപ്പർ മതി, റവന്യൂ സ്റ്റാമ്പിൽ ഒപ്പിടിച്ച് മേടിക്കണം. ഇനിയും ഇവിടെ എനിക്കോ അച്ഛനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, ആരിൽ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു സ്റ്റാഫിനെ 5000 വെച്ച് കട്ട് ചെയ്യും. പറഞ്ഞ് മനസ്സിലായോ? ആദ്യം പോട്ടെ. ഇനിയും ഇവിടെ നിൽക്കുന്ന ഇത്രയും പേര്, വാട്സപ്പ് കൊടുത്ത ഇത്രയും പേരിൽ നിന്ന് ആരെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വരികയോ ഒരു ലേബർ ഓഫീസിൽ പോയിട്ട് വരികയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടുണ്ടായാൽ ഒരാളിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യും. കാരണം ഞങ്ങളുടെ മെനക്കെട്ട് ഞാൻ കിട്ടുണ്ടായോ 5000 വെച്ച് ഒരാളിൽ നിന്ന് 5000 കട്ട് ചെയ്യും. ജിജി പ്രത്യേകം റവന്യൂ സ്റ്റാമ്പ് എഴുതി പറയും ഇന്നാൾ ജോലി ചെയ്യുന്നു, ഇവിടുത്തെ ഏതെങ്കിലും സ്റ്റാഫ് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അത് ആ കുട്ടിയെ വീക്ഷിച്ച് റിപ്പോർട്ട് തരാത്തതിന് കാരണമായി എൻ്റെ നിന്ന് 5000 രൂപ കട്ട് ചെയ്യാവുന്നതാണ്. കാരണം അവിടെ നിൽക്കുന്ന ആരെ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല. ആദ്യം പിടിച്ച് നടന്ന 5 പേരും അതോടൊപ്പം ഇപ്പൊ നിൽക്കുന്നവരും റിപ്പോർട്ട് കൊടുക്കുന്നവരും ഇവർക്കൊക്കെ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുത്തി ആശ്രയിക്കുമ്പോൾ നിങ്ങളാണ് അവിടെ നിൽക്കുന്ന ഉടായ്പനെ കണ്ടുപിടിച്ച് റിപ്പോർട്ട് തന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യണം, ഗ്രൂപ്പിൽ മെസ്സേജ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ്. ഇത് നമുക്ക് തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ പറ്റുന്നില്ല. ആദ്യം പോട്ടെ. ഇനിയും ആരിൽ നിന്നും ഒലിപ്പിക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ അവിടെ നിൽക്കുന്ന ഇപ്പോൾ വാട്സപ്പ് തന്നവർ ഉൾപ്പെടെ ഇപ്പൊ 50 പേരുണ്ട്, 50 പേരിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യുന്നതാണ്. അവർ കട്ട് ചെയ്യണമെങ്കിൽ അവിടെ നടക്കുന്ന ഓരോരുത്തരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വീക്ഷിക്കുക. ഇവരെന്തിനാ വന്നിരിക്കുന്നത്? ഇവർ ഉടായിപ്പാണോ ജീവിക്കാനാണോ വന്നേ? ആ ഉത്തരവാദിത്വം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. എങ്ങും കിട്ടാത്ത ശമ്പളവും ഫെസിലിറ്റിയും തരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷപ്പെടാൻ അവസരം തരുമ്പോൾ ഞങ്ങൾക്ക് തലവനെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് അതിന്റെ പോസിബിലിറ്റി. അത് വേറെ ഒന്നും ഞങ്ങളുടെ മുമ്പിലില്ല. അപ്പൊ അതുകൊണ്ട് എഴുതിയെ തൊപ്പിച്ച് ഇന്റൻഷൻ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റത്തില്ലോ. അതിലൊന്ന് കുറച്ചുകൂടി ജീവിക്കാൻ വന്നെങ്കിൽ അവരന്നത്തേക്ക് അലുവായി ഇടുന്നില്ല. അപ്പൊ ജീവിക്കാൻ വന്നവരാര്, ജീവിക്കാൻ അല്ലാത്തവരാരെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ മാന്ത്രിക ശക്തി ഒന്നുമില്ല കണ്ടുപിടിക്കാൻ. അതിനാൽ കൂടെ നിൽക്കുന്ന നിങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കുട്ടികൾ ജീവിക്കാനാണോ അല്ലയോ എന്ന് നിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. ഇനിയും ഒരു പോലീസ് കേസോ ഒരു ലേബർ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് 5000 വെച്ച് കട്ട് ചെയ്യാമെന്ന് പൂർണ്ണ സമൂഹത്തോട് ഒപ്പിട്ട് റവന്യൂ സ്റ്റാമ്പിൽ കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവരിവിടുന്ന് നിർത്തിപ്പോകാവുന്നതാണ്. ഈ കാര്യം പ്രത്യേകം ജിജി ശ്രദ്ധിക്കണം. ഉടൻ തന്നെ വെള്ളപ്പേപ്പറിൽ മതി, റവന്യൂ സ്റ്റാമ്പ് ഞാൻ മേടിപ്പിച്ചു തരാം. അവരോട് എഴുതിപ്പിച്ച് അവരെ ഹാൻഡ് റൈറ്റിൽ എഴുതിപ്പിച്ച് ഒപ്പിട്ട് മേടിക്കുക. ഇനിയും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ 50 പേരിൽ നിന്ന് 5000 രൂപ വെച്ച് കട്ട് ചെയ്യും. കാരണം ഞങ്ങളിത് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾക്ക് തെക്കോട്ട് വടക്കോട്ട് നടക്കാൻ സമയമില്ല. അവിടെ ഓരോരുത്തരെയും വീക്ഷിക്കുന്ന ജോലി നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഞങ്ങൾ ത്യാഗം സഹിക്കുമ്പോൾ ഇങ്ങോട്ട് വരിക, അർബാദിക്കുക, പോവുക എന്നൊരു സിസ്റ്റം മാറ്റിയത്. അങ്ങനെ ആർക്കെങ്കിലും പോണേ ഇപ്പോഴും നീ അല്ലയോ തെണ്ടി തിരിഞ്ഞ് എന്റെ വീട്ടിൽ വന്ന? ഞാൻ നിന്റെ വടക്കേപ്പുറത്ത് വന്നായിരുന്നോ? എന്നെ കൊണ്ട് എന്റെ ഇത് ചെയ്യിപ്പിക്കരുത് നീ, ഞാൻ പറഞ്ഞേക്കാം. നീ അല്ലയോ മൂങ്ങിക്കൊണ്ട് കരഞ്ഞ് മൂങ്ങി ഇങ്ങോട്ട് വന്നത്? ഫുഡ് ഗ്രൂപ്പിൽ ഇട്ടേക്കുന്ന വോയിസ് കേട്ടോ. ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോളൂ എന്നാ കുട്ടി പറഞ്ഞേക്കുന്നത്. ആർക്കെങ്കിലും നിർത്തണമെങ്കിൽ നിങ്ങൾ മൊബൈൽ മേടിച്ച് തരുന്ന മുമ്പ്, ഡോക്യുമെന്റ്സ് തരുന്ന മുമ്പ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും നിർത്താം. ഇവിടെ ആര് നിർത്തിയാലും എനിക്ക് ഒരു കോപ്പുമില്ലെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇതുകൊണ്ടല്ല ഞാൻ എന്നെ കഴിക്കുന്നത്. ഞാൻ നഷ്ടപ്പെട്ട ഒരു വെബ്സൈറ്റിലൂടെ തുടങ്ങാവുന്നത് കുറെ പിള്ളേർ ജീവിതം കൊടുക്കുമ്പോൾ ഇവള് വന്നിട്ട് ഇവിടെ നിന്ന് മോങ്ങിയിട്ട് പോലും ഇവളെ തരികടയാണ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ മൊബൈൽ തരത്തില്ല, ക്യാഷ് കൊടുത്ത് വാങ്ങിക്കുമെന്ന് പറഞ്ഞ്. അവളെ കണ്ടപ്പോഴേ എനിക്കറിയാം അവൾ ഫ്രോഡാണെന്ന്. അത് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സ്ട്രിക്റ്റ് ആയതും പിന്നീട് ഇത്രയും ദിവസം നിന്നപ്പോൾ വിട്ടുവീഴ്ച ചെയ്ത് വന്നതും. ഇതൊക്കെ എനിക്കറിയാം. ഞാൻ എത്രയോ ആളുകളുടെ ബിസിനസ് ചെയ്യുന്ന കക്ഷിയാണ്.
അപ്പോൾ അവിടെ ബാക്കിയായിട്ട് ആർക്കെങ്കിലും പോകാൻ ഒരു വിഷയമേ ഇല്ല. നീ പുതിയതായിട്ട് വന്നിട്ട് മൊത്തം എല്ലാം പോയിക്കോ. എനിക്ക് വിഷയമില്ല. നിങ്ങൾക്ക് ഇതുകൊണ്ടല്ല ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നത്. നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവത്തില്ലേ? അല്ല, നിങ്ങൾക്ക് വിവരം ഉണ്ടെങ്കിൽ മനസ്സിലാവത്തില്ലേ? അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും പോകണമെങ്കിൽ നിർത്തിപ്പോയി. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമേ അല്ല. ഇതുപോലുള്ള തനികരാണ് വരുന്നത്. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത്. ഇനി ഒന്ന് ചലിച്ചാൽ അല്ലയോ തെണ്ടി തിരിഞ്ഞ് എന്റെ വീട്ടിൽ വന്ന ഞാൻ നിന്റെ വടക്കേപ്പുറത്ത് വന്നായിരുന്നോ? എന്നെ കൊണ്ട് എന്നെ ഇത് ചെയ്യിപ്പിക്കരുത് നീ, ഞാൻ പറഞ്ഞേക്കാം. നീ അല്ലയോ മൂങ്ങിക്കൊണ്ട് കരഞ്ഞ് മൂങ്ങി ഇങ്ങോട്ട് വന്നത്? ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ്. കഴിഞ്ഞ മാസം ഹോസ്റ്റലിൽ ഫുഡ് കഴിച്ചത് എന്റെ ക്യാഷിലാണ്. അത് നിങ്ങൾ ഇതുവരെ പേ ചെയ്തിട്ടില്ല. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചതിന്റെ 1500 പേ ചെയ്തിട്ടില്ല. നിങ്ങളെല്ലാം ശമ്പളം വാങ്ങിച്ചു. നാളെ ജിജി വരുമ്പോ ക്ലോസ് ചെയ്തില്ലെങ്കിൽ ഇരട്ടി ക്യാഷ് ഞാൻ നിങ്ങളുടെ ഇത് മേടിക്കും, അല്ലെങ്കിൽ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യും. കാരണം ചോദിച്ചാൽ നിങ്ങളെല്ലാം കൃത്യമായിട്ട് ശമ്പളം മേടിച്ചു, എന്നിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ച പൈസ തന്നില്ലെന്ന് പറയുമ്പോൾ ന്യായീകരിക്കാൻ പറ്റത്തില്ല. നാളെ മുഴുവൻ ക്യാഷും ജിജി അടുത്ത് ക്ലോസ് ചെയ്ത് 1500 ഒരു മാസത്തെ ഫുഡിന് പൈസ ചെയ്യും. പിന്നെ ഹോസ്റ്റലിൽ കഴിച്ച ഫുഡിന് പൈസ നാളെ തന്നെ ക്ലോസ് ചെയ്തേക്കണം, 18 തീയതി. അപ്പൊ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പൈസ ഞാൻ കൊടുക്കുന്ന പറയുമ്പോൾ നടക്കുന്ന കാര്യമല്ല. നാളെ അത് ക്ലോസ് ചെയ്തേക്കണം, ഇല്ലെങ്കിൽ ഇരട്ടി ഫൈൻ ഉൾപ്പെടെ ഞാൻ നിങ്ങൾ ശമ്പളത്തിൽ കട്ട് ചെയ്യും. ഒരു ന്യായീകരണവും ഇല്ല. ഇവിടെ പറയുന്നത് അനുസരിക്കുക എന്ന് മാത്രം.